ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബാങ്ക് കൊടുക്കാൻ കറക്റ്റ് 41 മിനിറ്റും കൂടെ ഉള്ളൂ. ഏകദേശം 5:30 കഴിഞ്ഞ് 6:30ക്ക് ബാങ്കാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഉറങ്ങി എണീക്കാൻ ലേറ്റായി. നല്ല തലകറക്കമുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം പ്ലാനിന്ന് ലേറ്റായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് 40 മിനിറ്റിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി പറഞ്ഞ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. തുടർന്ന് വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കാണാം. നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇന്നലെ നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ബാലൻസ് എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ, കട്ട്ലറ്റ് ഉണ്ടാക്കിയതിന്, ആ മാവ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. പിന്നെ ഡ്രിങ്ക് ഞാൻ വിചാരിച്ചിരുന്നു എസൻസ് എന്തെങ്കിലും വെച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ഈ മാവ് വെച്ചിട്ട് ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സ്നാക്ക് ഉണ്ടാക്കാം. നമുക്ക് ടൈം തീരെ ഇല്ലാത്തത് കൊണ്ട് കുറേ ആഡംബരങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പം നമുക്കുള്ള സമയം കൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് സെറ്റാക്കി എടുക്കാം. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കൽക്കുഷ് ബസാറിൽ സാധനം വാങ്ങിക്കാനൊക്കെ പോയി. ഞാൻ ബസാറിൽ പോയ ക്ലിപ്സൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ബസാറിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം നല്ല ലേറ്റായി. വന്ന് നിസ്കരിച്ച് 2 മിനിറ്റ് വിചാരിച്ച് കിടന്നതാണ്. പക്ഷേ ഇപ്പോൾ എണീക്കുന്നത് ഒരു 1.5 മണിക്കൂറായി കേട്ടോ. സ്നാക്സിൽ ഏറ്റവും ഇഷ്ടം മധുരമുള്ള സംഭവങ്ങളാണ്. പക്ഷെ നോമ്പായി കഴിഞ്ഞാൽ എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ളത് എപ്പോഴും ഉണ്ടാക്കുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ ഫുള്ള് മധുരമുള്ള മാത്രം കഴിക്കുന്ന ഒരാളാണ്. ഈ വ്ലോഗ് എടുക്കലും ഫുഡ് ഉണ്ടാക്കലും കൂടെ ആയതുകൊണ്ട് എത്ര ടൈമിൽ ഇത് തീരും എന്നുള്ളത് എനിക്കും അറിയില്ല. പ്രശ്നം എന്താണെന്നോ, നമുക്ക് ഷോർട്സ് എടുക്കാനുള്ളതും ക്ലിപ്സ് എടുക്കണം. അതും കൂടി ആകുമ്പോൾ എനിക്ക് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പിന്നെ തമ്പനയിൽ എന്താ സെറ്റ് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഇതുവരെ കിട്ടിയില്ല. ഞാൻ ചില വീഡിയോസിൻ്റെ ക്ലിപ്സ് തന്നെ എടുത്തിട്ട് തമ്പനയിൽ പോലെ വെക്കല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കവർ കൊടുക്കൂലേ അതേപോലെ. അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവം കണ്ടുപിടിക്കണം. ഇന്നലെ ഭാഗ്യമുണ്ട് ഈ മസാല കുറച്ച് ബാക്കി ഉണ്ടായത്, ഇല്ലെങ്കിൽ ഞാൻ തെണ്ടി പോയേനെ. എന്തുണ്ടാക്കുമെന്ന് അറിയാൻ ഞാൻ അട്ടത്ത് നോക്കിയിരിക്കേണ്ടി. പിന്നെ ഞാൻ ബസാറിൽ പോയിട്ട് കുറച്ച് ആപ്പിളും ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ച്. നോമ്പായിട്ട് അവൾ ബീഫ് വാങ്ങിച്ചില്ലല്ലോ. ഞാൻ ലാസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്ത് നാട്ടിൽ നിന്ന് ആര് വരുമ്പോഴും ഉമ്മാനെ ബീഫ് കൊടുത്തേപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് ബീഫ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് കൊടുത്തയക്കാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ബീഫ് വാങ്ങിക്കാൻ കിട്ടും, അത്യാവശ്യം നല്ല ചീപ്പാണ്. പ്രൈസ് വൈസും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാറാണ് പതിവ്. നല്ല ചൂടാണ് പുറത്ത്. ഇന്ന് പകൽ ആക്ച്വലി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓ, എന്റെ കയ്യിൽ മസാല ഒരു 2 മിനിറ്റ്. ഞാൻ ഉദ്ദേശിച്ച ഷേപ്പ് ഇതല്ല, പക്ഷെ ഷേപ്പ് വരുമ്പോൾ ഇത് ഉന്നക്കായ ഷേപ്പാണ്. എന്താന്ന് നോക്കാം. പിന്നെ വീട്ടിലെല്ലാവരും എന്താ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം 7K ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സായി. ഞാൻ സത്യം പറഞ്ഞാൽ 7K ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് വിളിച്ചു, എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നല്ല വ്യൂസ് ഉണ്ടല്ലോ, വീഡിയോസ് നല്ല രസമുണ്ടല്ലോ കാണാനൊക്കെ. കാരണം വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 7 മന്ത് മുൻപ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എനിക്കന്ന് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. കുറേ കാരണങ്ങൾ ഇടാൻ പറ്റിയില്ല. ഒന്നാമത് നാട്ടിൽ പോയാൽ നമ്മൾ ഡ്യൂട്ടി കയറും, ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടില്ല. പിന്നെ ഞാൻ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനിക്കും ഒന്ന് ട്രാൻസ്ഫർ എടുത്ത്, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഓട്ടം പാച്ചിൽ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ആയിട്ട്
എനിക്ക് ഇതിന് ടൈം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഉണ്ടായത്. ഇതിനൊന്നിൻ്റെ ഷേപ്പ് കുറച്ച് വലുത്, അപ്പോൾ ഞാനൊന്ന് ചെറുതാക്കി. എണ്ണ ചൂടായിക്കണം. നമുക്ക് ലാസ്റ്റത്തെ ഒന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. കട്ട്ലേറ്റ് തന്നെയാണ്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഞാനൊന്ന് നീളത്തിലാക്കിയെന്നുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. നമ്മളെ കട്ട്ലേറ്റിന് തന്നെ ഞാനൊന്ന് ഷേപ്പ് നീളത്തിലാക്കി. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് മനസ്സിൽ ഇത് ബ്രെഡിൻ്റെ ഉള്ളിലാക്കിയിട്ട് മറ്റേ റോൾ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതേപോലെ ഉണ്ടാക്കണമെന്നൊക്കെ കരുതിയ. പക്ഷേ അതിനുള്ള സമയമൊന്നും എനിക്കില്ല. സമയമില്ല എന്ന് കുറേ വട്ടം പറയുന്നത്, ഞാൻ തന്നെ ഉറങ്ങിയത്. എന്നിട്ട് സമയമില്ലാത്ത എന്താ കാര്യം? ഞാൻ ഫോണിൻ്റെ ആംഗിൾ എങ്ങനെയോ വെച്ചിരിക്കണേ, അത് ശരിയാവുമെന്ന് വിചാരിക്കണം. ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ വീഡിയോ ഇടും. നമ്മളെ എണ്ണ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ വലിയ അടുപ്പത്തിന് ചെറിയ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ സാധനങ്ങൾ ഇടുമ്പോഴത്തേന് കരിഞ്ഞു തുടങ്ങും. പിന്നെ ഇവിടെ നമ്മൾ പുറത്താകുമ്പോൾ നമുക്ക് പാത്രങ്ങളുടെ ഒക്കെ ലഭ്യത വളരെ വളരെ കുറവായിരിക്കും. കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ, നമുക്ക് നമ്മളെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കണം വിചാരിച്ചാൽ ഒന്നും നടക്കൂല. അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ. പിന്നെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹനാൻ ഷാൻ എങ്ങനെ അറിയാമെന്നുള്ളത്. ആക്ച്വലി ഹനാനും നമ്മളൊക്കെ നാട്ടുകാരാണ്. പിന്നെ സ്കൂൾ ടൈംസിൽ നമ്മൾ ചെറിയൊരു പരിചയമുണ്ട്. പിന്നെ ടുവേൻ്റെ ഭാഗമായിട്ട് അവർ കസാക്കിൽ വന്നപ്പോൾ തന്നെയാണ് ഞാൻ അവരോട് ഇത്രയും വലിയൊരു കണക്ഷനും ബോണ്ടൊക്കെ ആയത്. നമ്മളെ ഇന്നത്തെ സ്നാക്ക് ഏകദേശം റെഡി ആയിക്കണേ. ഷേപ്പ് മാത്രം മാറ്റുള്ളൂ. സാധാ നമ്മളെ കട്ട്ലേറ്റ് തന്നെ ഇന്നലെ ഉണ്ടാക്കിയ സെയിം ആവ് ഞാൻ അതേപോലെ തന്നെ കാട്ടിയത്. പക്ഷെ ഞാൻ ഷേപ്പ് വൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിക്കണു. നമ്മളെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് ഇല്ലേ, ആ ബ്രെഡ് ക്രംസും നമ്മൾ ഓൾറെഡി എടുത്ത മുട്ടയില്ലേ, ആ മുട്ടയ്ക്ക് ഇതിടുക. ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ടാണ് നമുക്ക് ഒരു മധുരമുള്ള സ്നാക്ക് ഉണ്ടാവും. ഞാൻ എപ്പോഴും കാട്ടില്ല. പക്ഷെ ഇതിൽ ചെറിയൊരു എരിവുണ്ടാവും, കാരണം നമ്മൾ എരിവുള്ളതാണല്ലോ ഓൾറെഡി ആദ്യം നമ്മൾ ഇതിൽ മുക്കിയെടുക്കുന്നത് കട്ട്ലേറ്റിൻ്റെ. അപ്പം അതിൻ്റെതായ ഒരു കുഞ്ഞ് എരിവ് ഉണ്ടാകും. ബട്ട് എന്നാലും കുഴപ്പമില്ല. ഇതിൽ പെപ്പർ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നത്. പെപ്പർ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു സാധനത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടാം. പിന്നെ മൈക്കിൽ സൗണ്ടൊക്കെ കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കണു, കാരണം എനിക്കറിയൂല. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്തപ്പോണ്ടല്ലോ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോൻ്റെ ടൈം ഉണ്ടല്ലോ ഭയങ്കര സ്ലോ മോഷനായി, നല്ല കോമഡി ആയിരുന്നു. എന്നിട്ട് ഞാനതൊക്കെ പിന്നെ ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നെ. അപ്പം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മുട്ട ഉണ്ടല്ലോ, ആ മുട്ടയ്ക്ക് ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്കായും കൂടെ ഇടാം കേട്ടോ. എനിക്കിപ്പോൾ ഏലക്കായ എടുക്കാനും അത് കുത്താനൊന്നുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല. ആ സ്നാക്ക് ആവണ കൂട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഡ്രിങ്ക് കൂടി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് എസൻസ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കണേ. പിന്നെ ഇന്നലെ വീഡിയോയിൽ ആരോ പറഞ്ഞ് ഞാൻ കുറേ മധുരം കണ്ടിട്ട് ഷുഗർ ഉണ്ടാവുമെന്നൊക്കെ. ഞാൻ ആക്ച്വലി നല്ല മധുരം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് മധുരം കഴിക്കും, പണ്ട് മുതലേ അങ്ങനെ. പിന്നെ നമുക്ക് ഇന്നലെ എടുത്ത ആപ്പിളിൻ്റെ ഒരു പകുതി ആപ്പിൾ ഉണ്ട്, നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് കുനുകുനാക്കിയിട്ടില്ല. പിന്നെ കസ്കസ് ഒന്ന് വെള്ളത്തിലിടുമാണ് കേട്ടോ.
നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടെടുക്കാം. നമുക്ക് ആപ്പിൾ ഒന്ന് കുഞ്ഞു കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടുത്തെ കടി തരി. നമ്മളെ കട്ട്ലറ്റിന് ഞാൻ ഉന്നക്കായ ആക്കിയ എൻ്റെ സ്വന്തം സ്നാക്ക് റെഡി ആയിക്കണേ. പിന്നെ ബാക്കിയുള്ള ബ്രെഡും മുട്ടയും കുറച്ച് പഞ്ചസാരയും പാലും വെച്ചിട്ട് ഞാൻ വട്ടത്തിലും ആക്കി വെച്ചിരിക്കണേ. നമ്മളെ സ്നാക്സ് രണ്ടും റെഡി ആയിക്കണേ. നമുക്ക് ഇതൊന്ന് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. 5 വിസിൽ കറക്റ്റ് ആട്ടോ. 5 വിസിലായി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പക്ക അതിൻ്റെ പെർഫെക്റ്റ് വേവാവും. ഞാൻ അങ്ങനെയാണ് വേവിക്കൽ. നമുക്ക് ഈ ഒരു ടൈമിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ പിന്നെ അതും കൂടെ പെട്ടെന്ന് പരിപാടി തീരുമല്ലോ. പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കാം. പാന് ചൂടാകുമ്പോൾ ഉള്ളി വരെ ജീരകശാലിൻ്റെ അരി വെച്ചിട്ടുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് ഉണ്ടാക്കണേ. പിന്നെ ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 4 മിനിറ്റ് 3 മിനിറ്റൊക്കെയാണ് കാണിക്കണത്. പാന് ചൂടായിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെച്ചിട്ട് ഏലക്കായ, ഗ്രാമ്പു, നമ്മളെ നെയ്ച്ചോറിനുള്ള ഉള്ളിയാണ് വേവുണ്ട്. ആ ടൈമിൽ ബാങ്ക് കൊടുത്ത് നമുക്ക് നോമ്പറക്കാം. നോമ്പറന്നിട്ട് ബാക്കി ഉണ്ടാക്കാം. ബീഫ് ഞാനവിടെ ഓൾറെഡി കുക്കറിലാക്കി വെച്ചിരുന്നു. ഇരിക്കുമ്പോൾ വെച്ചാൽ ആദ്യം നോമ്പറന്നിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ ഇതിൽ കണ്ടൻസ് മിൽക്ക് കളയില്ല, മാറ്റി കൊടുക്കണ്ടേ. ഒരു ഹറിബറി നോമ്പ് നമ്മള് വീട്ടിലുണ്ടാകുമ്പോൾ ഉമ്മാരുണ്ടാക്കി തരുന്നതും ഇതൊക്കെ കഴിക്കണം സുഖമൊന്നും നമുക്ക് ലൈഫിൽ പിന്നെ ഒരിക്കലും കിട്ടൂല. അത് എത്ര എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഉമ്മാൻ്റെയും ഇപ്പാൻ്റെയും അയ്യന്മാരെയും കൂടെ നോമ്പറക്കുമ്പോൾ തരുന്ന സുഖം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടൂല. അപ്പോൾ അൽഹംദുലില്ലാഹ് നോമ്പ് തുറന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ തുറന്ന് ഇപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാം. ഉള്ളി വെന്തിണ്, പിന്നെ വാടിക്കണേ. കുക്കർ ഫസ്റ്റ് വിസിൽ വരാനായിക്കണം. ഈ ഷീറ്റ് മാറ്റണം. ഇത് മൊത്തം വേസ്റ്റ് ആയിക്കണം, പുതിയ എടുക്കണം. പിന്നെ എന്താണ് ഇതിന് കറി കുറച്ച് പോയതൊക്കെ ഉണ്ട്, അതൊക്കെ നാളെ ക്ലീൻ ആക്കാം. വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ട് നെയ്ച്ചോറ് സെറ്റാക്കാം. അത് ഗൈസ് ഞാൻ എണ്ണ ഒന്ന് ചുടുവെള്ളാക്കി കുപ്പി ഉരുക്കിയോടെ എണ്ണ ഇതാക്കിയത്, അപ്പൊ പൊള്ളം തീർക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ടൈം കൊടുത്തയച്ച എണ്ണയിലുള്ള ഇതെന്താ ഇത്
നോ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് വേഗം. ഇതില് ചെറിയ ഉള്ളിയും വല്യുള്ളിന്റെ നമ്മളെ നാട്ടിലത്തെ കിട്ടുന്ന അങ്ങനത്തെ ഉള്ളിയില്ലേ ആ ഉള്ളി ഉണ്ട് കേട്ടോ. അവിടെ സാധാരണ വൈറ്റ് ഉള്ളിയാ കിട്ടല്. എനിക്ക് ബീഫ് കറിക്ക് ഈ ഉള്ളി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ ഉള്ളി തന്നെ വാങ്ങി. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ആംഗിൾ അവിടെ വീഡിയോ ഒക്കെ എടുക്കണ്ടേ, അതിന് ഞാൻ ഉത്തരവാദിയല്ല, എല്ലാം ലക്ഷ്മിയാണ്. ലക്ഷ്മി വന്നാൽ ഭയങ്കര സമാധാനമാണ്. കാരണം ഇവിടെ ഒരാളുള്ള പോലെ ഉണ്ടാവും, ഞങ്ങൾ നല്ല വർത്താനം പറയും, പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാനോ ഒരാളാവും. ഇത് ഇല്ലാത്തപ്പോണ്ടല്ലോ ഒന്ന് വൈകുന്നേരം പച്ചക്കായിരുന്നു. പിന്നെ ഒന്നാമത് ഞാൻ നല്ല ഉറക്കം ചെയ്ത്. അത് ഞാൻ പറഞ്ഞു. പിന്നെ എന്നോട് കുറെ ആൾക്കാർ റംസാൻ പ്ലാനർ എവിടുന്ന വാങ്ങിച്ച അതിന്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാന് പിൻട്രസ്റ്റിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊരു A4 ഷീറ്റിൽ 2 വെച്ച് പ്രിന്റ് എടുത്ത് ഞാൻ തന്നെ സ്റ്റാപ്ലർ ചെയ്തിട്ട് അങ്ങനെ ആക്കുക ചെയ്തത്, ബുക്ക് പോലെ ആക്കുക ചെയ്തേ. ഞാൻ ഇവിടെ കുറെ സ്ഥലത്ത് നോക്കി, പിന്നെ നാട്ടിൽ കുറെ ടീമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത്, പക്ഷെ അവർക്കൊക്കെ എനിക്ക് എത്തിച്ചേരാവുന്ന അവൈലബിലിറ്റി അല്ലെങ്കിൽ എന്റെ കയ്യിൽ കിട്ടുന്ന സമയം ഭയങ്കര സീനായിരുന്നു. ഇനി കഴിഞ്ഞ വീട്ടിൽ ആരോ ചോദിച്ചു ഇവിടെ ബാക്കിൽ എന്തോരും ഉണ്ടായി, ഞാൻ എന്റെ മുടി ഇങ്ങനെ 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 ആക്കി വെച്ചത്, അതുകൊണ്ടാണ് മുടി ഞാൻ ചുരുട്ടിരുന്നതാ. ഈ ഉള്ളി വാടി കഴിയുമ്പോ കാണുന്നതിന് എന്ത് രസാ, മറ്റു ഉള്ളിയാണെങ്കിൽ ഒരു രസം ഉണ്ടല്ലോ കാണാന്. നമ്മളെ ബീഫ് ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ടോ. ബീഫിൽ നല്ല ഉപ്പുണ്ട് എന്നാണ് ലക്ഷ്മി പറഞ്ഞേ, ഞാൻ കഴിച്ചു നോക്കിയില്ല. നല്ല ഉപ്പുണ്ട്. ഉപ്പും വെന്തിയില്ലേ? യെസ് വെന്താണ്. അയില്ലേ ഇപ്പൊ ഇതിലൊന്നും കൂടി കിടന്നു പോകുമ്പോ ശരിയാവില്ലേ, കറക്റ്റ് ആവില്ലേ? ആയിക്കൂലാവും. നമ്മൾ ഉള്ളി ഒരു ഏകദേശം വാടിക്കണേ. ഇനിക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ പേസ്റ്റ് ആക്കി അതിക്കിടാം. നിങ്ങൾ സാധാരണ വീഡിയോസിലൊക്കെ ആൾക്കാർ ഭയങ്കര രസത്തിലിടണൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഞാൻ നോർമലി എന്തൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഇക്കാരം വീഡിയോയിലും ചെയ്യുന്നുണ്ടാവുക. ഞാൻ നമുക്ക് അത്ര എസ്തെറ്റിക് ആക്കാനൊന്നും നമ്മളെ കയ്യിൽ, ഇത് നല്ല അരഞ്ഞതുകൊണ്ടാട്ടോ ഞാൻ തോന്നിടുന്നത്. മടി ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. ഹായ് നല്ല പച്ച മസാല. നമ്മളെ മുളക് എരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര മുളക് വേണമെങ്കിലും ഇടാം. അത് ഞാൻ പറഞ്ഞേ നമ്മളൊന്ന് മാറ്റുന്ന അവരോട് പറഞ്ഞേ, പുതിയ ഷീറ്റ് വാങ്ങിയിട്ട് നമുക്കിത് മാറ്റണം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയിൽ സ്പൂൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടിട്ടില്ല. കുറച്ച് ഗരം മസാല, ഇതിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങണ ഗരം മസാല ഉണ്ട്, പിന്നെ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചു, രണ്ടും കൂടി മിക്സ് ആട്ടോ. പിന്നെ നമുക്ക് കശ്മീരി ചില്ലി പൗഡർ. അത് വാരി കണ്ടിട്ടേ എന്താലേ. ചിക്കൻ മസാല അല്ല, ബീഫ് മസാല ഇല്ലെന്നറിയോ? ഇത് മല്ലിപ്പൊടി. നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടോടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുള്ളൂ. നമ്മളെ പൊടിയാളെ കിട്ടണേ. ബീഫ് മസാല ഇട്ടില്ല, ഇടണം. നമുക്ക് തക്കാളിയും കൂടി ഇടണം. ബീഫ് മസാല പൊട്ടിച്ചത് കാണാനില്ല, കഴിഞ്ഞതല്ല, പക്ഷെ കാണാനില്ലാത്തതാണ്. അപ്പോൾ ലക്ഷ്മി പുതിയത് കൊണ്ടുവന്നതാണ് പൊടി ഇടല്. നമ്മളെ ബീഫ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അത് കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ വേവാണ്. നമുക്ക് ഇതിന്റെ വെള്ളം ഇനി നല്ല വറ്റണം, വറ്റിട്ട് നമ്മളിത് എടുക്കുള്ളൂ. അയ്യോ ഗൈസ്, തക്കാളി വാടുന്നതിന് മുമ്പ് ഞാൻ ബീഫ് ഇട്ടു. തക്കാളി വാടിയിട്ട് ഇട്ടാൽ മതിട്ട് ബീഫ്, ഞാൻ ആ കാര്യം മറന്നുപോയി.
ആ ഉപ്പുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് കുറുകി വരുന്ന വരെ അടച്ചേക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കണം. പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര ഹരിബറി ദിവസമായിരുന്നു. ലാസ്റ്റ് ഒരു 1 hour ടൈം ഉണ്ടായപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് കിച്ചണിക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഒരു നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിന്ന് നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ഇന്നലത്തെ കട്ട്ലറ്റിൻ്റെ മാവ് വെച്ചിട്ട് ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി ഉന്നക്കായ ഷേപ്പിലാക്കി. പിന്നെ അതിൽ ബാക്കി വന്ന മുട്ടൻ്റെ മാവ് വെച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും പഞ്ചസാര ഇട്ടൊരു മധുരമുള്ളൊരു സ്നാക്കും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. അപ്പോൾ അടുത്ത നോമ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.